മനുഷ്യേട്ടാ, ഓ 2 റൗണ്ടുകൾ കഴിഞ്ഞു. അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഗൗരവപരമായുള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എന്താണ്? നമ്മൾ 12 ടീമിലെ എല്ലാ അംഗങ്ങളും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് കൂടാതെ ഇനി വരുന്ന 3 എപ്പിസോഡുകൾ കൂടി കഴിയുമ്പോൾ എലിമിനേഷൻ ഉണ്ട്. ആ എലിമിനേഷനിൽ കഴിഞ്ഞ എലിമിനേഷനിൽ സംഭവിച്ചത് മാതിരി മാർക്കുകൾ കാർഡിൽ എഴുതി എൻ്റെ കയ്യിൽ തന്ന് അത് ഞാൻ വിലയിരുത്തുക. മണിച്ചേട്ടൻ നിങ്ങളുടെ അടുത്ത് പറയും അടുത്ത സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്യണം. അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ സംഭവിക്കുക. അടുത്ത എലിമിനേഷനിൽ 6 ടീമുകളാണ് ഡെഫിനറ്റായിട്ട് ഔട്ടാകാൻ പോകുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ എലിമിനേഷൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ചിലരുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, ചിലരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അല്ല, അതുകൊണ്ടല്ല. സംഭവം കൈരളി ചാനലിൽ നടത്തുന്ന പരിപാടിയാണ്. പക്ഷെ എന്നാലും ഞാനും കൂടി അറിഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ. എനിക്കിപ്പോൾ കിട്ടിയ സൂചന അനുസരിച്ച് അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് പറയണം. ഞാനിവിടെ പരിപാടിക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് ഞാനും കൂടി അറിയാതെ കേട്ടാൽ നിങ്ങളങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് എങ്ങനെയാ? ഞാനല്ല തീരുമാനിച്ചു മണിച്ചേട്ടാ. പിന്നെ ആരാ? നടക്കൊന്നുമില്ല. ഇതിന്റെ ഡയറക്ടർ ഉണ്ടല്ലോ സെന്തിൽ. അതെന്ത് തോന്നിവാസം അത്? ഇത് എലിമിനേഷനില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ മണിച്ചേട്ടാ. അല്ല, അങ്ങനെയല്ലല്ലോ. അത് ഞാനും കൂടി അറിഞ്ഞിരിക്കണ്ടേ. നിങ്ങൾ മാത്രം അങ്ങോട്ട് തീരുമാനിത്താൽ മതി. അല്ല, ഇതിപ്പോ 50ാമത്തെ എപ്പിസോഡിലേക്കല്ലേ പോകുന്നത്. എപ്പിസോഡൊക്കെ ആയിക്കോട്ടെ, എന്നാലും ഈ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് ഞാൻ പെട്ടെന്ന് വന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്ത് അങ്ങനെ പറഞ്ഞേ അങ്ങനെ ശരിയാവാ? അതൊന്നും ശരിയല്ല. അതൊക്കെ മഹാമോശത്തരാ. എനിക്കൊന്നും പറ്റില്ല. മൈക്ക് പിടിച്ചേൻ. അല്ല മണിച്ചേട്ടാ, ഇത് കമ്പനിയുടെ ടോട്ടലുള്ള ഏത് ഇതായാലും എനിക്ക് സൗകര്യമില്ല. പോ. അല്ല, അത് അങ്ങനെയല്ലല്ലോ മണിച്ചേട്ടാ കാര്യങ്ങൾ. എൻ്റെ അടുത്ത് പറയാനായിട്ട്, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. എനിക്ക് നിങ്ങളിൽ ആർക്കൊക്കെ അറിയാം, ആർക്കൊക്കെ അറിയത്തില്ല എന്നുള്ള അറിയത്തില്ല. എന്താ ചേച്ചി? മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരി. മാറ്റങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞു. 6 ടീമുകൾ പോകുമെന്നുള്ളത് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. 6 എന്ന് പറഞ്ഞില്ല. 6 എന്ന് എൻ്റെ അടുത്ത് ഈ എപ്പിസോഡിൻ്റെ മുന്നേ പറഞ്ഞു. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചു. ഇൻഡിവിജ്വൽ ആയിട്ട് ഒരിക്കലും മണിമേളത്തിൽ ജഡ്ജ്മെന്റ് നടക്കില്ല. അതറിയില്ലേ? എലിമിനേഷന്റെ ഒരു സൂചന കവിത എന്തോ എലിമിനേഷന്റെ ഒരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ടീമിനെ ഒരുമിച്ച് ഔട്ടാക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. 6 ടീമൊക്കെ ഒരുമിച്ച് പോകുന്ന 12 ടീമല്ലേ ആ പാടുള്ളൂ. അത് മേ ബി ഇതൊരു ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്നോണ്ടായിരിക്കും. അല്ല, എലിമിനേഷൻ വേണ്ടെന്നൊരു അഭിപ്രായം. അല്ല, എലിമിനേഷന്റെ മാത്രമല്ല, ഇതിപ്പോ ഈ 6 ടീമിനെ ഒരുമിച്ച് ഔട്ടാക്കുക എന്ന് പറയുമ്പം അത് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. 6 ടീമിനെ ഒരുമിച്ച് എലിമിനേഷൻ വേണ്ടെന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ഒക്കെ കണ്ട് എല്ലാ ചാനലിലും കണ്ട് ബോറടിച്ചൊരു പരിപാടിയാണ്. എലിമിനേഷൻ ഇല്ലാതെ പറ്റില്ല. ഇതൊരു ഷോ ആകുമ്പോൾ എലിമിനേഷൻ ആവശ്യമാണ്. പക്ഷെ ഇത്രയും ടീമിനെ ഒരുമിച്ച് പോകുന്നത് മോശമാണ്. 12 പേര് ഒരുമിച്ചാണ് നമ്മുടെ ഇന്ന് പോകുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ളത് മണിച്ചേട്ടനാണ്. അതുകൊണ്ടാണ് മണിച്ചേട്ടൻ ഇറങ്ങിപ്പോയത്. റിയാലിറ്റി ഗെയിം ഷോ ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഏകദേശം 50 എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തു. 12 ടീമിലുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ എലിമിനേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓരോ ആഴ്ച കൂടി നിങ്ങളെ എലിമിനേറ്റ് ചെയ്യുവാണെങ്കിൽ എടുക്കുന്ന വീക്സ് ഇപ്പോൾ ആയി. 6 ടീമുകൾ പോകേണ്ട സമയമായി ഇല്ലേ? അതെനിക്ക് തോന്നുന്നു കമ്പനി തീരുമാനിച്ചതായിരിക്കും. അടുത്തത് ഫൈനൽ സ്റ്റേജിലേക്ക് പോകണം. അതുകൊണ്ട് ഒരുമിച്ച് ഒരു എലിമിനേഷൻ. അല്ല, ഇങ്ങനെ ഒരുമിച്ച് പുറത്തു വിടുന്നതിലും ഭേദം ആദ്യം ഓരോ ടീമിനെ വെച്ച് പുറത്തു വിടുമായിരുന്നു. ഇതിപ്പോൾ ഒരുമിച്ച് വിടുമ്പോൾ എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എലിമിനേഷൻ ഓക്കെ ആണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല, ആരും. എലിമിനേഷൻ ശരിക്കും അനിവാര്യമാണ്. 6 ടീമുകൾ ഒരുമിച്ച് പോകാൻ സമ്മതിക്കാൻ ശരിയാവില്ല. അത്
ആദ്യമേ പറഞ്ഞല്ലേ നിങ്ങളുടെ അടുത്ത് മാർക്സ് കുറവാണെങ്കിൽ എലിമിനേറ്റഡ് ആവും എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ എലിമിനേഷൻ്റെ കാര്യമൊന്നും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എലിമിനേഷനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ഗെയിം ഷോ അല്ലേ, എലിമിനേറ്റ് ആവില്ലേ? എലിമിനേഷൻ തീരുന്നവരെല്ലാവരും നിന്നോട്ടെ. ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. കൂടുതൽ സ്കോർ ചെയ്യുന്ന ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുക, ഷോ അവസാനം വരെ എല്ലാവരും നിൽക്കുക, അതാണ് നമ്മുടെ അഭിപ്രായം.